ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അത്ര എളുപ്പമല്ല എന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരൊറ്റ സംഭവത്തിലൂടെ ഭാവി പ്രധാനമന്ത്രി പട്ടം സ്വപ്നം കണ്ടിരുന്ന യോഗിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. യോഗി നടത്തിയ സമൂഹ വിവാഹം വൻ തട്ടിപ്പാണെന്ന് വിവാഹപ്പന്തലിനകത്ത് നിന്ന് തന്നെ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലായി. അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സമൂഹ വിവാഹ പദ്ധതിയിൽ വൻ തട്ടിപ്പാണ് നടന്നത്. ചടങ്ങിൽ വിവാഹിതരാകാൻ എത്തിയ യുവതികളിൽ പലരും നേരത്തെ വിവാഹം കഴിച്ചവരായിരുന്നു. മറ്റു ചിലരാകട്ടെ വരന്മാരുമില്ല. വധൂവരന്മാരെന്ന വ്യാജാനെ സഹോദരങ്ങൾ പോലും താലി ചാർത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന 51,000 രൂപ തട്ടിയെടുക്കാനാണ് ഈ വലിയ രീതിയിലുള്ള തട്ടിപ്പരങ്ങേറിയത്. സംഭവത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർക്കും 8 വധുക്കൾക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി മണിയാർ SHO മന്തോഷ് സിംഗ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 25 മണിയാർ ഇന്റർ കോളേജിലായിരുന്നു സംസ്ഥാനത്തിന് നാണക്കേടായി മാറിയ സമൂഹ വിവാഹം നടന്നത്. അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ സുനിൽ കുമാർ യാദവ് ചടങ്ങിൽ വ്യാജ വിവാഹം കഴിച്ച അർച്ചന, രഞ്ജന യാദവ്, സുമൻ ചൗഹാൻ, പ്രിയങ്ക, സോനം പൂജ, സഞ്ജു, രമിത എന്നീ 8 ഗുണഭോക്താക്കൾ എന്നിവർക്കെതിരെയാണ് ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ ദീപക് ശ്രീവാസ്തവയുടെ പരാതിയിൽ ഇന്നലെ രാത്രി കേസെടുത്തത്. നേരത്തെ വിവാഹിതരായ വധൂവരന്മാർ വീണ്ടും പദ്ധതി പ്രകാരം വിവാഹിതരായത് ശ്രദ്ധയിൽപ്പെട്ടതായി ശ്രീവാസ്തവ പരാതിയിൽ പറയുന്നുണ്ട്. ഇവർക്കെതിരെ വഞ്ചനാ കുറ്റവുമാണ് ചുമത്തിയത്. ഇനിയിപ്പോൾ അതല്ലാതെ മാർഗമില്ല. സംഭവം വിവാദമായതോടെ ജനുവരി 29 ഡെവലപ്മെന്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതിയും രൂപീകരിച്ചു. പ്രതികളിൽ ഒരാളായ മണികാപൂർ സ്വദേശി അർച്ചന 2023 ജൂണിൽ വിവാഹിതയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. രഞ്ജന യാദവും സുമൻ ചൗഹാൻ 2023 മാർച്ചിലും രമിത 2023 ജൂലൈയിലും വിവാഹം കഴിച്ചവരാണ്. 2023 നവംബറിലായിരുന്നു പ്രിയങ്കയുടെ വിവാഹം. പൂജ 1 വർഷം മുമ്പും സഞ്ജു 3 വർഷം മുമ്പും വിവാഹിതരായിരുന്നു അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. സോനം എന്ന പ്രതിയുടെ വിവാഹം ഇതുവരെ തീരുമാനിച്ചിട്ട് പോലുമില്ല. ഇവർ ആരും സമൂഹ വിവാഹ പദ്ധതി പ്രകാരം ധനസഹായത്തിന് അർഹരുമല്ല. അതും കൂടിയുണ്ട്. അന്വേഷണ സമിതി റിപ്പോർട്ടിൽ ഇതും പറയുകയാണ്. നിർധന കുടുംബാംഗങ്ങളുടെ വിവാഹത്തിനാണ് മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതി രൂപവൽക്കരിച്ചത്. എന്നാൽ അർഹതയില്ലാത്ത അപേക്ഷകർ ആനുകൂല്യം ലഭിക്കുന്നതിന് കൂട്ടത്തോടെ വ്യാജ വിവാഹം കഴിക്കുകയായിരുന്നു. പരിശോധിക്കുന്നതിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ അലംഭാവം കാട്ടിയതാണ് തട്ടിപ്പിന് ഇടയാക്കിയത് എന്നും പോലീസ് പറയുന്നുണ്ട്. അതേസമയം ചടങ്ങിൽ വിവാഹിതരായവർക്ക് ഇതുവരെ ധനസഹായം വിതരണം ചെയ്തിട്ടുമില്ല. ഇതാണ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ പറയുന്നത്. നിലവിൽ പ്രതികളായ 9 പേർക്ക് പുറമെ മറ്റാരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം 51,000 രൂപയാണ് വധൂവരന്മാർക്ക് നൽകുകയെന്നാണ് സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്നത്. അതിൽ 35,000 രൂപ പെൺകുട്ടിക്കും 10,000 രൂപ വിവാഹ സാമഗ്രികൾ വാങ്ങുന്നതിനും 6,000 രൂപ ചടങ്ങ് നടത്തുന്നതിനും നൽകും. എന്നാലോ ഒറ്റയ്ക്ക് താലി ചാർത്തേണ്ടി വന്ന കോമഡി രംഗങ്ങളാണ് അവിടെ കണ്ടത്. അവിടെ കൂടിയിരുന്നവരൊക്കെ ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. अब जो डालने हैं वो बैठ जाए. जिन्होंने बार प्रेरणा के लिए डाल दिया बैठ जाए. यहाँ सामने जो बर महोदय लोग खड़े हैं मालूम कर रहे हैं उन्होंने नहीं डालेंगे क्या? आप लोग डाल लिए ना? अच्छा अच्छा बैठ जाए बैठ जाए. देखिए और पैसा हम तो उसमें डाल दें, दूरवा डाल दें. ग्रंथि बंद कराएं.